ഈ ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്ത ബൈറ്റിനെ കണ്ടു. അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഗോപൻ സ്വാമിയുടെ മുത്തശ്ശൻ ഇത്തരത്തിൽ സ്വാമി, അതുകൊണ്ട് തന്നെ ഗോപൻ സ്വാമിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. വീട്ടുകാരാണ് നിർബന്ധിപ്പിച്ച് ഗോപൻ സ്വാമിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരു വെളുത്ത സ്ത്രീയെ വേണമെന്ന് ഗോപൻ സ്വാമിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ ഈ സ്വാമി അതല്ലെങ്കിൽ ഈ ആധ്യാത്മികത പുള്ളിയുടെ ഉള്ളിൽ ആദ്യം മുതൽക്കേ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്ത മുത്തച്ഛന്റെ മരണ കഥകൾ അത് കുഞ്ഞായിരുന്ന ഗോപന്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമായി തനിക്കും ഇത്തരത്തിലൊരു സന്യാസം സ്വീകരിക്കണം, ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കണം. പക്ഷെ കുടുംബത്തിന്റെ നിർബന്ധം വിവാഹ ജീവിതത്തിലേക്ക് പോയി. പക്ഷെ പിന്നീട് ചുമട്ടുതൊഴിലാളിയായ ഇദ്ദേഹം മർമ്മ ചികിത്സയും മറ്റുമൊക്കെ പഠിച്ച് തടവല വഴിയിലും ഒക്കെ പഠിച്ചു. പല യോഗീവര്യന്മാരുടെ അടുത്തുപോയി. ഒന്നുകൂടി ശ്രദ്ധിക്കണം, പല ഇടങ്ങളിലും സമാധി കർമ്മങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം പോയി കൂടെ നിന്ന് ഇതിന്റെ വശങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് മക്കൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്നൊക്കെ കുടുംബം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇതിനെ തമാശയായിട്ടാണ് കണ്ടത്. പക്ഷെ നിയമത്തിന്റെ അനിവാര്യതയാണ് അത് പൊളിക്കുക എന്നുള്ളത്. അത് പോലീസിനെയോ സർക്കാരിനെയോ കുറ്റം പറയാൻ സാധിക്കില്ല.